1951 ജൂനിയർ ഹിഗ്സ് എന്ന സയൻസ് ടീച്ചർ ആ സ്ഥലത്തെക്കുറിച്ച് പഠിക്കാനായി വന്നത്. ഒരുപാട് ഭയപ്പെടുത്തുന്ന അത്ഭുതപ്പെടുത്തുന്ന കഥകൾ ഇറങ്ങുന്ന സ്കിൻ വാക്കർ റാഞ്ച് എന്ന സ്ഥലത്തെക്കുറിച്ച്. ആ സ്ഥലത്ത് കാലങ്ങൾക്ക് മുമ്പേ മുതൽ ജീവിക്കുന്നു. നവായോ ഗോത്രം പറയുന്ന അനുസരിച്ച് രാത്രികാലങ്ങളിൽ അവർ പുറത്തിറങ്ങാറില്ല. ഞൊടിയിടയിൽ രൂപം മാറാൻ സാധിക്കുന്ന രക്തദാഹികളായ ജീവികൾ അവിടെ പാർക്കുന്നുണ്ട് ആ ശപിക്കപ്പെട്ട നാട്ടിൽ. എന്നാൽ ഇതൊന്നും ജൂനിയർ ഹിഗ്സ് വിശ്വസിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു. ആകാശത്തൂടെ ഞൊടിയിടയിൽ നീങ്ങുന്ന പേടകങ്ങളെക്കുറിച്ച്, മനുഷ്യരൂപത്തോട് സാമ്യമില്ലാത്ത ഹ്യൂമനോയിഡുകളെക്കുറിച്ച്, രണ്ട് ജീവികളെ തുന്നിച്ചേർത്തതുപോലെയുള്ള അക്രമാസക്തരായ ജീവികളെക്കുറിച്ച്. എന്താണ് സ്കിൻ വാക്കർ റാഞ്ചിന് പറയാനുള്ളത്? കയറിപ്പോരും ചങ്ങായിമാർ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ടെറി ഷെർമാൻ തൻ്റെ ഭാര്യ ഗ്വന്നിനോടൊപ്പം ആ 480 ഏക്കർ സ്ഥലം കാണുവാനായെത്തി. ഒറ്റ നോട്ടത്തിൽ അതൊരു തരിശുഭൂമിയായിരുന്നുവെങ്കിലും അവിടെ നിറഞ്ഞ ഒരു കാറ്റിൽ ഫാം ആയിരുന്നു ടെറിയുടെ മനസ്സിൽ. ആ സ്ഥലത്തിനൊത്ത നടുക്കുള്ള ആ പഴകിയ വീടൊന്ന് റിപ്പയർ ചെയ്തെടുത്താൽ അവിടെ താമസിച്ചുകൊണ്ട് ആ ഭൂമി ഒരു സ്വർഗമാക്കി മാറ്റിയെടുക്കാമെന്ന് ടെറി സ്വപ്നം കണ്ടു. അന്വേഷിച്ചപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ വിലയായിരുന്നു ആ സ്ഥലത്തിന്. രണ്ടാമതൊന്നും ആലോചിക്കാതെ അവർ ആ സ്ഥലം വാങ്ങുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 80 പശുക്കളുമായി ആ കുടുംബം ആ സ്ഥലത്ത് വന്നിറങ്ങി. എന്നാൽ സംഭവിച്ചത് അവർ സ്വപ്നം കണ്ടതുപോലെ ആയിരുന്നില്ല. പിന്നീട് അവർക്ക് ഭയത്തിൻ്റെ നാളുകളായിരുന്നു. അയാൾക്കറിയില്ലായിരുന്നു ആ സ്ഥലം അയാളെ സാമ്പത്തികമായി മാത്രമല്ല മാനസികമായും തളർത്താൻ പോകുന്നതായിരുന്നു എന്ന്. യൂറ്റ വെസ്റ്റേൺ US ഒരു ഒറ്റപ്പെട്ട താഴ്വരയാണ് യൂറ്റ. പ്രത്യേകിച്ച് നോർത്തേൺ യൂറ്റ ഒരുപാട് അജ്ഞാതമായ പ്രതിഭാസങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ്. ആകാശത്ത് നിന്നും അജ്ഞാതമായ വെളിച്ചങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. ഒറ്റനോട്ടത്തിൽ മനുഷ്യർ എന്ന് തോന്നുന്നു. എന്നാൽ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ രൂപങ്ങളുള്ള പല ജീവികളെയും നേരിട്ട് കണ്ടവരുമാണ് അവിടെ ജീവിക്കുന്നവർ. പുറം ലോകവുമായി അധികം ബന്ധമില്ലാത്തവർ. അവർ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ചുറ്റും മലകൾ, തളിക പോലുള്ള ഒരു താഴ്വാരമായതുകൊണ്ട് തന്നെ അതിനെ വിന്റർ ബേസിൻ എന്നാണ് അറിയപ്പെട്ടത്. ആ സ്ഥലത്തിന് നടുക്കായി ഏതാണ്ട് 600 ഏക്കർ വിജനമായ സ്ഥലമാണ്. അതിനെ ഒരു ശപിക്കപ്പെട്ട സ്ഥലമായാണ് അവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പേ അവിടെ ജീവിച്ചിരുന്ന നവായോ ഗോത്രം മുതൽ അവിടെ കാലുകുത്താൻ അവർ ഭയപ്പെട്ടിരുന്നു. ആ സ്ഥലത്തെ അവർ വിളിച്ചത് സ്കിൻ വാക്കർ റാഞ്ച് എന്നാണ്. ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണെങ്കിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ അധികമാർക്കും അറിയാത്ത ഏതോ ഒരു കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു ആ സ്ഥലം. പുറത്തുനിന്ന് ഒരു മനുഷ്യൻ പോലും കാലുകുത്താത്ത 480 ഏക്കർ സ്ഥലത്തിന് നടുക്ക് ഒരു പഴയ വീട്. പിന്നീട് എന്തോ കാരണത്താൽ 1987 അവർ ആ സ്ഥലം വിട്ട് പോവുകയായിരുന്നു. ശേഷം 7 വർഷത്തോളം ആൾപ്പാർപ്പില്ലാതെ ആ സ്ഥലം കിടന്നു. പിന്നീടാണ് ടെറി ഷെർമാൻ ആ സ്ഥലം വാങ്ങുന്നത്. വീടിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ച ഷെർമാൻ കുടുംബത്തിന് കാണാൻ സാധിച്ചത് കട്ടിയുള്ള ചങ്ങലകൾ കൊണ്ട് പൂട്ടിയിട്ട വാതിലുകളായിരുന്നു. ഒരുപക്ഷെ അതുപോലൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടൊരു വീട് അങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് സ്വാഭാവികം തന്നെയായിരിക്കാം. എന്നാൽ ആ വീടിൻ്റെ മുൻവാതിലും പിൻവാതിലും മാത്രമായിരുന്നില്ല അങ്ങനെ സുരക്ഷിതമായി പൂട്ടിയിട്ടത്. വീടിനുള്ളിലേക്ക് കടന്നപ്പോൾ വീടിനുള്ളിലെ ഓരോ വാതിലുകളും അതുപോലെ ചങ്ങലയിട്ട് പൂട്ടിയ നിലയിലായിരുന്നു, അടുക്കള വാതിലടക്കം. എന്നാൽ അതിനെ അവർ കാര്യമായി എടുത്തില്ല. തൊട്ടുമുമ്പേ അവിടെ ജീവിച്ചവർ ഒരൽപ്പം തീവ്രമായ സുരക്ഷാബോധമുള്ളവരായിരിക്കാം എന്ന് മാത്രമാണ് അവർ കരുതിയത്. തൊട്ടുമുന്നേ അവിടെ ജീവിച്ചവരുമായി ഷെർമാൻ കുടുംബത്തിന് ഒരു ചെറിയ ഉടമ്പടി ഉണ്ടായിരുന്നു. അതായത് ഈ പ്രോപ്പർട്ടിയിൽ എവിടെയെങ്കിലും കുഴിക്കുകയാണെങ്കിൽ അത് അവരോട് അന്വേഷിച്ച ശേഷം മാത്രമേ ചെയ്യാവൂ എന്നൊരു ഉടമ്പടി. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇതുപോലൊരു പ്രോപ്പർട്ടി കിട്ടുമ്പോൾ അത് സ്വന്തമാക്കാൻ വേണ്ടി അവർ ആ ഒരു ഉടമ്പടി അംഗീകരിക്കുകയായിരുന്നു. അന്ന് ആ പ്രോപ്പർട്ടിയിലേക്ക് അവരാദ്യമായി താമസം മാറി വന്ന ആ ദിവസം കാലിത്തൊഴുത്തിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞ് ട്രക്കിൽ നിന്നും സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ടെറി ആ കാഴ്ച കാണുന്നത്. 2 തിളങ്ങുന്ന കണ്ണുകൾ വിദൂരതയിൽ നിന്നും അവരെ നോക്കി നിൽക്കുന്നു. ഒറ്റനോട്ടത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലായി അതൊരു ചെന്നായയാണ്. എന്നാൽ അതൊരു സാധാരണ ചെന്നായല്ല, ഒരു ചെന്നായേക്കാൾ 3 ഇരട്ടി വലുപ്പമുള്ള അസാധാരണമായ ഒന്ന്. അത് കുറെ നേരം അവരെ തന്നെ നോക്കി നിന്നു. ടെറിയും ടെറിയുടെ അച്ഛനും ഗ്വന്നും 2 കുട്ടികളും അത്ഭുതത്തോടുകൂടി ആ വലിയ ചെന്നായയെ നോക്കി. പുറത്ത് കന്നുകാലി തൊഴുത്തിൽ എന്തോ കണ്ട് ഭയന്ന പശുക്കൾ അമറുന്ന ശബ്ദം അവർക്ക് കേൾക്കാമായിരുന്നു.
പശുക്കൾ ഭയന്നുകൊണ്ട് കന്നുകാലി തൊഴുത്തിന് പിറകിലേക്ക് നീങ്ങി. എന്നാൽ ഒരു പശുക്കുട്ടി മാത്രം ആ ചെന്നായെ നോക്കി അത്ഭുതത്തോടുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഞൊടിയിടയിൽ അത് കന്നുകാലി തൊഴുത്തിന് നേരെ ഓടി. പുറത്തേക്ക് തലയിട്ട് നിന്നിരുന്ന ആ പശുക്കുട്ടിയെ അത് കടിച്ചെടുത്തു. എന്തു ചെയ്യണം എന്നറിയാതിരുന്ന ടെറി ട്രക്കിൽ നിന്നും സ്വന്തം തോക്കെടുത്ത് ചെന്നായ്ക്ക് നേരെ വെടിവെച്ചു. വെടികൊണ്ടിട്ടും അതിന് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. 2-3 തവണ വെടിവെച്ചു. എന്നാൽ അപ്പോൾ അത് പശുക്കുട്ടിയിൽ നിന്നും ഒരൽപ്പം വിട്ടുമാറുന്നു. ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, എത്ര വെടികൊണ്ടിട്ടും ആ ചെന്നായിൽ നിന്നും ഒരിറ്റ് ചോര പോലും പൊടിഞ്ഞിരുന്നില്ല എന്നതാണ്. ചെന്നായ അവിടെ നിന്നും തിരിഞ്ഞോടി. ഒരൽപ്പം ദൂരെ ചെന്ന് അത് ആ കുടുംബത്തെ ക്രൂരമായി ഒന്ന് നോക്കി. ഇത്രയും വെടികൊണ്ടിട്ടും ആ ചെന്നായ്ക്കൊന്നും സംഭവിച്ചില്ല എന്നായിരുന്നു ആ കുടുംബം ചിന്തിച്ചത്. അതിനെ പിന്തുടരാൻ ടെറി തീരുമാനിച്ചു. അങ്ങനെ മൂത്ത മകനെയും കൂട്ടി അയാൾ കാട്ടിലൂടെ ആ ചെന്നായുടെ പിറകെ ചെന്നു. അവർ ചെന്നെത്തിയത് ചെളി നിറഞ്ഞ ഒരു പുഴയുടെ തീരത്താണ്. അവിടെ ആ ചെന്നായുടെ വലിയ കാൽപ്പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. അവർ ആ കാലടിപ്പാടുകൾ പിന്തുടർന്നു. എന്നാൽ പുഴയുടെ ഏതാണ്ട് 40 അടി ദൂരെ വെച്ച് ആ കാലടിപ്പാടുകൾ അവസാനിക്കുകയായിരുന്നു. അവിടം വരെ അല്ലാതെ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ചെന്നായ പോയതിൻ്റെ യാതൊരു പാടുകളും അവർക്ക് കാണാൻ സാധിച്ചില്ല. അത്രയും ചെളി പരന്നു കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ചെന്നായുടെ കാലടിപ്പാടുകൾ അപ്രത്യക്ഷമാവുന്നത്? അവിടം വരെ വന്ന ആ ചെന്നായ്ക്ക് എന്താണ് സംഭവിച്ചത്? ആ വഴിയെ അവർ തിരികെ നടന്നു. അപ്പോഴാണ് ടെറി അത് ശ്രദ്ധിച്ചത്. ചെന്നായ് പോയ വഴികളിലെല്ലാം അതിൻ്റെ ശരീരത്തിൽ നിന്നും ചെറിയ മാംസ കഷ്ണങ്ങൾ അടർന്നു വീണ് കിടക്കുന്നു. അത് വെടികൊണ്ട മുറിവിൽ നിന്നും അടർന്നു വീണതായിരിക്കാം എന്ന് അയാൾ കരുതി. അങ്ങനെ ആ മാംസ കഷ്ണങ്ങൾ അയാൾ എടുത്ത് പരിശോധിച്ചു. അതിൽ നിന്നും അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചെന്നായുടെ ശരീരത്തിൽ നിന്നും അടർന്നു വീണ മാംസ കഷ്ണങ്ങളെല്ലാം പഴകിയ ചീഞ്ഞളിഞ്ഞ മാംസ കഷ്ണങ്ങളായിരുന്നു എന്നാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എന്നാൽ ഗ്വന്നിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതായത്, വീട്ടിൽ വച്ചിരുന്ന ചില വസ്തുക്കൾ അങ്ങിങ്ങായി സ്ഥലം മാറിക്കിടക്കുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞു വന്ന് അടുക്കളയിൽ നിരത്തിയ വസ്തുക്കളെല്ലാം തിരികെ ഷോപ്പിംഗ് കവറിലേക്ക് തന്നെ എത്തുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. എന്നാൽ ഇതെല്ലാം വെറും തോന്നലുകൾ മാത്രമാണ് എന്ന് അവർ സ്വയം വിശ്വസിക്കുകയും ചെയ്തു. ഒരിക്കൽ ടെറിയും മകനും ജോലി ചെയ്തുകൊണ്ടിരിക്കെ അതിർത്തിയിൽ നിന്നും ഒരു വെളിച്ചം വരുന്നതായി കണ്ടു. ആരോ ഒരാൾ തൻ്റെ അതിർത്തി കടന്ന് ഒരു വാഹനവുമായി അതിക്രമിച്ചു വരികയാണ് എന്നാണ് ടെറി കരുതിയത്. അങ്ങനെ അവർ ആ വാഹനം അടുത്ത് വരുന്നതിന് കാത്തിരുന്നു. ആ വെളിച്ചം അടുത്തു വരുന്നു എന്നതല്ലാതെ അങ്ങനൊരു വാഹനത്തിൻ്റെ ശബ്ദം അവർ കേട്ടില്ല. ആ വെളിച്ചം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കെയാണ് അവരത് കണ്ടത്. ആ വെളിച്ചം മെല്ലെ മെല്ലെ ഉയർന്നു പോത്തുന്നു. അതൊരു മരത്തിന് മുകളിലേക്ക് എത്തും. അതിനുശേഷം അത് ആകാശത്തിലേക്ക് പൊന്തി അപ്രത്യക്ഷമായി. ആ കാഴ്ച അവരിൽ അത്ഭുതമാണ് ഉണ്ടാക്കിയത്. അത് ആദ്യമായി അവർ കണ്ടത് അന്നാണ് എങ്കിൽ പിന്നീട് ആ കാഴ്ച സ്ഥിരമാവുകയായിരുന്നു. ആഴ്ചകൾ കഴിഞ്ഞു. മഞ്ഞുകാലം ആരംഭിച്ചു. തൻ്റെ ഒരു പശുവിനെ കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചിറങ്ങിയതാണ് ടെറി. കുറച്ചു ദൂരം ചെന്നപ്പോൾ പശുവിൻ്റെ കാൽപ്പാടുകൾ മഞ്ഞിൽ പതിഞ്ഞിരിക്കുന്നത് അയാൾ കണ്ടു. എന്നാൽ അത് അയാളിൽ ഭയമാണ് ഉണ്ടാക്കിയത്. കാരണം ആ കാൽപ്പാടുകളിലൂടെ അയാൾക്ക് മനസ്സിലായി പശു എന്തിനെയോ കണ്ട് ഭയന്നോടുകയായിരുന്നു എന്ന്. കാരണം അത്രയ്ക്കും അകലമുണ്ടായിരുന്നു ഓരോ കാൽപ്പാടുകളും തമ്മിൽ. പശുക്കൾ അങ്ങനെ ഓടാറില്ല. ഇനി അഥവാ ഓടുകയാണെങ്കിൽ എന്തിനെങ്കിലും കണ്ട് ഭയന്നിട്ടാവണം അത് ഓടുന്നത്. എന്നാൽ പശുവിൻ്റെ കാലടിപ്പാടിനോട് ചേർന്ന് അങ്ങനെ ഒരു ജീവിയുടെയോ വസ്തുവിൻ്റെയോ പാടുകളൊന്നും തന്നെ ആ മഞ്ഞിൽ കാണാൻ സാധിച്ചില്ല. അയാൾ ആ കാലടിപ്പാടുകൾ പിന്തുടർന്നു ചെന്നു. ഒരൽപ്പം ദൂരേക്ക് ചെന്നപ്പോൾ ആ കാലടിപ്പാടുകൾ അവിടെ അവസാനിക്കുന്നതും അയാൾ കണ്ടു. എന്നാൽ അതിനെ ചുറ്റിപ്പറ്റി പശുവിൻ്റെതായ യാതൊരു തെളിവുകളും അയാൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അതൊരു തുടർച്ചയായിരുന്നു. പിന്നീട് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ആ കുടുംബത്തിന്. ഓരോ ദിവസവും അവരുടെ പശുക്കളെ കാണാതായി. പലതിനെയും മരണപ്പെട്ട നിലയിലും ചിലതിനെ കീറിമുറിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഒരു മൃതശരീരത്തിലും രക്തമുണ്ടായിരുന്നില്ല എന്നതാണ്. ഇരപിടിയന്മാരായ ജീവികൾ കടിച്ചു കീറിയെന്നതിനേക്കാൾ എന്തോ പരീക്ഷണത്തിന് വേണ്ടി ആരോ കീറിമുറിച്ചതുപോലെയായിരുന്നു പല മൃതദേഹങ്ങളും കണ്ടെത്തിയത്. 1995 സ്ഥിരമായി ആകാശത്തിലൂടെ ചില വസ്തുക്കൾ നീങ്ങുന്നതിനും പറമ്പിലൂടെ കറുത്ത രൂപങ്ങൾ പോകുന്നതിനും അവർ സാക്ഷികളായി. രാത്രികാലങ്ങളിൽ അവർ പുറത്തിറങ്ങാതെയായി. പുറത്തുനിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ അവർക്ക് കേൾക്കാൻ സാധിച്ചു. അർത്ഥമറിയാത്ത ഏതോ ഭാഷയിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് പോലെ. രാത്രികാലങ്ങളിൽ പല ശബ്ദങ്ങളും കേൾക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ ക്വിൻ്റൽ കണക്കിന് മണ്ണ് ഇളക്കി മറിച്ചിട്ടതുപോലെ കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ഒരു വാഹനം വന്നു പോയതിൻ്റെ ശബ്ദങ്ങളോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല.
പലപ്പോഴും രാത്രികളിൽ ചില അലർച്ചകളും കൂവലുകളും കേൾക്കാറുണ്ട്. ജനാല തുറന്നു നോക്കിയാൽ കഴുതപ്പുലികളെയും നായ്ക്കളെയും തുന്നിച്ചേർത്തതുപോലെയുള്ള ചില ജീവികൾ അലറി ഓടുന്നത് കാണാൻ സാധിക്കും. ഒരിക്കൽ ഒരു സന്ധ്യയ്ക്ക് തൻ്റെ 3 നായ്ക്കളെ നടത്തിക്കാൻ ഇറങ്ങിയതായിരുന്നു ടെറി. വിദൂരതയിൽ നിന്നും ഒരു നീല വെളിച്ചം കണ്ട് നായ്ക്കൾ അതിനെ നോക്കി കുരയ്ക്കാൻ തുടങ്ങി. അല്പനേരം കഴിഞ്ഞ് നായ്ക്കൾ അതിന് നേരെ ഓടുകയും ചെയ്തു. വിളിച്ചിട്ട് അവർ തിരികെ വന്നില്ല. വിദൂരതയിൽ നിന്നും ഒരു കരച്ചിൽ മാത്രമാണ് അയാൾക്ക് കേൾക്കാൻ സാധിച്ചത്. പിറ്റേന്ന് പുലർച്ചെ ടെറി സ്വന്തം മകനെയും കൂട്ടി നായ്ക്കളെ അന്വേഷിച്ചിറങ്ങി. അയാൾ കണ്ടത് കുറച്ച് മാംസ കഷ്ണങ്ങളും പൊട്ടിയ തുടലുകളും മാത്രമായിരുന്നു. ഇനിയും ഇത് സഹിക്കാൻ സാധിക്കില്ല എന്ന് തോന്നിയാണ് അയാൾ തനിക്കുണ്ടായ അനുഭവം ഒരു പത്രത്തോട് തുറന്നു പറയുന്നത്. കഴിഞ്ഞ 18 മാസം കൊണ്ട് തനിക്ക് നഷ്ടമായത് 14 പശുക്കളെയും 3 നായ്ക്കളെയുമാണ് എന്ന് അയാൾ വിതുമ്പിക്കൊണ്ട് പറയുന്നു. അതോടെ ആ വിഷയം ജനശ്രദ്ധ നേടുകയായിരുന്നു. ചുറ്റുമുള്ളവർക്കും പറയാനുണ്ടായിരുന്നു ഒരുപാട് അനുഭവങ്ങൾ. കാലങ്ങളായി അവർ നേരിട്ട് കണ്ടറിഞ്ഞ അനുഭവങ്ങൾ. അവർ പറയുന്നു ആ ഭാഗത്തുള്ള ജീവികളൊന്നും തന്നെ യഥാർത്ഥ ജീവികളല്ല എന്നും അവയെല്ലാം സ്കിൻ വാക്കേഴ്സ് ആണ് എന്നും. അതായത് ചത്ത് ജീർണിച്ച ജീവികളുടെ ശരീരത്തിലൂടെ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയും രൂപം മാറാൻ സാധിക്കുകയും ചെയ്യുന്ന ചില അജ്ഞാത ജീവികൾ. ഷെർമാൻ കുടുംബത്തിന്റെ അനുഭവം കേട്ട റോബർട്ട് ടി ബിഗലോ എന്ന ബിസിനസ്മാൻ ആ പ്രോപ്പർട്ടിയിൽ തൽപരനായി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്കവറി സയൻസുമായി ചേർന്ന് അവിടെ ചില പരീക്ഷണങ്ങൾ നടത്താനായി 1996 അയാൾ ഷെർമാൻ കുടുംബത്തിൽ നിന്നും ആ സ്ഥലം അവർ ആവശ്യപ്പെട്ട പണം നൽകി വാങ്ങി. അവർ ആ പ്രോപ്പർട്ടിക്ക് ചുറ്റും കമ്പിവേലി കെട്ടി. ചുറ്റും നിരീക്ഷിക്കാൻ കാവൽക്കാരെയും നായ്ക്കളെയും നിരത്തി. 1997 അവിടെ ജോലി ചെയ്തിരുന്ന കോം കെല്ലർ എന്ന ബയോകെമിസ്റ്റ് ഒരു കാഴ്ച കണ്ടതായി പറയുന്നു. അതായത് ഒരു മരത്തിന് മുകളിൽ മനുഷ്യനെ പോലെ എന്നാൽ മനുഷ്യനേക്കാൾ 2 ഇരട്ടി വലുപ്പമുള്ള ഒരു ജീവി അയാളെ നോക്കി നിന്നതായി. അത് കണ്ട് ഭയന്ന് അയാൾ ആ ജീവിക്ക് നേരെ വെടിവെച്ചു. അത് ആ മരത്തിൽ നിന്നും കാട്ടിലേക്ക് ഓടിയതായും അയാൾ പറയുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ പരീക്ഷണങ്ങൾക്കായി കൂടുകളിൽ നിരത്തിവെച്ച പശുക്കളെയും കാണാതായി. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ. ടെറി ഫാമിലിക്കും കെല്ലർക്കുമുണ്ടായ അനുഭവങ്ങളിലൂടെയും പശുക്കളുടെ തിരോധാനത്തിലൂടെയും പലരും കണക്ക് കൂട്ടുന്നത് ഇതിനെ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ അനുഭവമായാണ്. കാലങ്ങൾക്ക് മുന്നേ മുതൽ നവായോ ഗോത്രക്കാർ പറയുന്നത് പോലെ ഇതിനെല്ലാം പിന്നിൽ സ്കിൻ വാക്കേഴ്സ് ആയിരിക്കും. അതായത് 2 ജീവികളെ തുന്നിച്ചേർത്ത് ഒരു പുതിയ ജീവിയെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഞൊടിയിടയിൽ രൂപം മാറാൻ സാധിക്കുന്ന അജ്ഞാത പേടകങ്ങളിൽ ആകാശത്തുകൂടെ അതിവേഗം സഞ്ചരിക്കാൻ സാധിക്കുന്ന സ്കിൻ വാക്കേഴ്സ് അന്യഗ്രഹ ജീവികളായിരിക്കുമോ എന്ന്. ടെറി ഷെർമാൻ ഈ ഒരു സ്ഥലം കൂടുതൽ വിലയ്ക്ക് വിറ്റുപോകാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു നാടകം മാത്രമാണിത് എന്നും അതിൽ ബിഗലോ വീണു പോവുകയായിരുന്നു എന്നും പറയുന്ന ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. സ്കിൻ വാക്കേഴ്സ് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നത് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും സ്കിൻ വാക്കേഴ്സിനെ കേന്ദ്ര കഥാപാത്രമാക്കിയുള്ള കഥകൾക്ക് പഞ്ഞമൊന്നുമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ